മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. വിഴിഞ്ഞം തുറമുഖത്തിൽ കേന്ദ്ര സഹായം തേടി പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ കത്ത്. തൂത്തുക്കുടിക്ക് നൽകുന്ന പരിഗണന വിഴിഞ്ഞത്തിനും നൽകണം. വയബിലിറ്റി ഗ്യാപ് ഫണ്ട് നിബന്ധന പിൻവലിക്കണം. VGF ഗ്രാന്റായി തന്നെ തുക അനുവദിക്കാൻ പ്രധാനമന്ത്രി ഇടപെടണമെന്നും മുഖ്യമന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടു. റിനു ശ്രീധർ ചേരുന്നു വിശദാംശങ്ങളുമായി. റിനു, ഈ തുക ഗ്രാന്റായി അനുവദിക്കാനാകില്ല എന്നതായിരുന്നു, VGF ഗ്രാന്റായി അനുവദിക്കാനാകില്ല എന്നതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. നേരത്തെ തന്നെ സംസ്ഥാനം ഇതിൽ ആശങ്ക അറിയിച്ചതുമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി വീണ്ടും കത്തയച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്? വിനീത, വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിലെ നിബന്ധനകളിൽ, അതായത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൻ്റെ നിബന്ധനകൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചത്. നമുക്കറിയാം 817 കോടി രൂപയാണ് ഇത്തരത്തിൽ കേന്ദ്രം അനുവദിക്കുന്നത്. ഇത് ഏകദേശം തിരിച്ചടയ്ക്കുമ്പോൾ 10,000 മുതൽ 12,000 കോടി രൂപയായി മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് വായ്പയായിട്ടാണ് കേന്ദ്രം നൽകുന്നത്. ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. VGFന്റെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഗ്രാൻഡായിട്ട് നൽകണമെന്നുള്ളൊരു ആവശ്യമാണ് പ്രധാനമന്ത്രി ഈ കത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ഒരു കാരണവശാലും വായ്പയായി നൽകരുത് എന്നുള്ള ഒരു കാര്യവും മുന്നോട്ട് വെക്കുന്നുണ്ട്. അനുകൂലമായ തീരുമാനത്തിനോട് ഒരു ഇടപെടൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ളതാണ്. അത് വായ്പയായി പരിഗണിക്കേണ്ടതല്ല ഒരു കാരണവശാലും എന്നുള്ള ഒരു കാര്യവും കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്തായാലും നേരത്തെയും ഇത് സംബന്ധിച്ച വലിയ രീതിയിലുള്ള ഒരു ഇടപെടലുകൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി കത്തയച്ചിരുന്നു. വീണ്ടും ഇപ്പോൾ ഇത്തരം ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ കത്തയച്ചിരിക്കുകയാണ്. വിനീത, ശരി, റിനു ശ്രീധരാണ് വിവരങ്ങൾ നൽകിയത്.